മനോഭാവം എങ്ങനെ മെച്ചപ്പെടുത്താം? നല്ല മനോഭാവങ്ങളുള്ളവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തും. നിർണായകമായ ഘട്ടങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കുവാൻ അവർക്ക് കഴിയും. തൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഉത്തരവാദിത്തം അവർ സ്വയം ഏറ്റെടുക്കും. മനോഭാവത്തെ സ്ഥിരമായി അനുകൂലമോ പ്രതികൂലമോ ആയ രീതിയിൽ പ്രതികരിക്കുവാനുള്ള മുൻകരുതൽ എന്നും പറയാവുന്നതാണ്. ജീവിതത്തോട് നമുക്കുള്ള മനോഭാവം എന്താണോ അതാണ് നമ്മോടുള്ള ജീവിതത്തിൻ്റെ മനോഭാവം നിർണ്ണയിക്കുന്നത്. അതാണ് ജീവിതത്തിൽ നാം എത്രത്തോളം വിജയിച്ചു എന്നും പരാജയപ്പെട്ടു എന്നും നിർണ്ണയിക്കുന്നത്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നല്ല മനോഭാവമുള്ള ആളുകൾ ജീവിതം കൂടുതൽ ആസ്വദിക്കുന്നതായി കാണാം. അവരുടെ ലോകം വളരെ വിശാലമാണ്. അവർക്ക് നിരവധി സുഹൃത്തുക്കൾ ഉണ്ടാകും. എല്ലാവരുമായി അവർ നല്ല സൗഹൃദത്തിലുമായിരിക്കും. എല്ലാവരെയും നല്ല രീതിയിൽ കാണുവാനും കൊണ്ടുപോകുവാനും അവർക്ക് കഴിയും. നല്ല മാനസികാവസ്ഥയും ശുഭാപ്തി വിശ്വാസവും അവർക്ക് ഉണ്ടാവുകയും ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവമാണ് മികച്ച കാര്യങ്ങൾ നേടുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം മനോഭാവം വികസിക്കുന്നത് ബന്ധങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ്. നല്ല മനോഭാവമുള്ളവർ പഴയ ബന്ധങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടു പോകും. നല്ല പുതിയ ബന്ധങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നല്ലതല്ലാത്ത ബന്ധങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനോ ഒഴിവാക്കാനോ ഇവർ യുക്തി പ്രയോഗിക്കും. കുട്ടിക്കാലം മുതൽ നമ്മുടെ മനോഭാവങ്ങൾ വികസിക്കുവാൻ തുടങ്ങുന്നു. ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളും ദൈനംദിന അനുഭവങ്ങളിലൂടെയും നിരന്തരം വികസിക്കുകയും മാറുകയും ചെയ്യുന്നു. നമ്മളുമായി അടുപ്പമുള്ള എല്ലാ ആളുകളും നമ്മുടെ മനോഭാവത്തെ സ്വാധീനിക്കുവാൻ കഴിയും. മോശം മനോഭാവമുള്ള വ്യക്തികൾക്ക് തിരിച്ചറിവ് കൊണ്ടും തിരുത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടും നല്ല മനോഭാവത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ്. ഒരു വ്യക്തിയെ ജീവിതത്തിൽ 8 വയസ്സിനുള്ളിൽ ലഭിക്കുന്ന അറിവുകളാണ് അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ ലഭിക്കുന്നത്. നാം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അവബോധം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു. അത് മാതാപിതാക്കളുടെ ജീവിത സാഹചര്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനോടും അവൻ്റെ അമ്മ നിനക്ക് ഇത് നേടാനാകും, അതിൽ നിനക്ക് സ്വാധീനിക്കാനാകും, നീ വലിയ ആളാകും എന്നൊന്നും ആസജും സാധാരണഗതിയിൽ പറയാറില്ല. പകരം നമ്മൾ പാവങ്ങളാണ്, നമുക്ക് ഇതിനൊന്നും അർഹനല്ല, നമ്മുടെ വിധി ഇതാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ മക്കളോട് അല്ലെങ്കിൽ മക്കളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇതിൻ്റെ ഫലമായി ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ നെഗറ്റീവ് ചിന്ത വളരുന്നു. 8 വയസ്സിനുള്ളിൽ ലഭിക്കുന്ന അറിവുകൾ ഒക്കെ ജീവിതത്തെക്കുറിച്ചുള്ള രൂപരേഖ ലഭിക്കുന്നതിൽ വളരെ നിർണായകമാണ്.